ഹായ് ഫ്രണ്ട്സ്, അപ്പം നമുക്കിന്ന് നല്ല കേരയുടെ തല കിട്ടിയിട്ടുണ്ട്. അപ്പം നമുക്കിന്ന് തലക്കറി വെച്ചാലോ? വായോ. അപ്പം നമുക്ക് നമ്മുടെ തല നമ്മളിതാണ് കേട്ടോ നമ്മുടെ തല. അങ്ങനെ നമ്മൾ തല എടുത്തു നല്ലോണം ക്ലീൻ ചെയ്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. നല്ലോണം ക്ലീൻ ചെയ്യണം കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇങ്ങനെ ചോരയുടെ ഇതൊക്കെ ഉണ്ടാവും. അപ്പോൾ അത് നല്ലോണം ക്ലീൻ ചെയ്ത് നമ്മൾ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കത് കറി ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ കറി ഉണ്ടാക്കുന്നതിന് മുമ്പായിട്ട് നമുക്ക് ഇതൊന്ന് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്കൊന്ന് ഇതാക്കി വെക്കണം കേട്ടോ. അപ്പോൾ കുറച്ച് വെള്ളം ഒഴിക്കുക. എന്നിട്ട് നമുക്കതിനകത്തേക്ക് കുറച്ച് വിനാഗിരിയും കൂടി ചേർക്കണം കേട്ടോ. നമ്മുടെ മീനൊന്ന് ക്ലീനായി ഉളുമ്പൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ടാണ്, എന്തെങ്കിലും ഇതൊക്കെ ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടിയിട്ടാണ് നമ്മളങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ അതിനകത്തേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് കുറച്ച് വിനാഗിരിയും കൂടി ചേർത്ത് നല്ലോണം മിക്സാക്കിയിട്ട് കുറച്ച് സമയം മൂടി വെച്ച് എടുത്ത് വെച്ചേക്കാം കേട്ടോ. അത് കഴിഞ്ഞ് നമുക്ക് കറി ഉണ്ടാക്കാൻ തുടങ്ങിയാലോ. അങ്ങനെ നമ്മൾ കറി ഉണ്ടാക്കുന്നതിനായിട്ട് നമുക്ക് വേണ്ടത് ഉള്ളി, കുറച്ച് സവാള ചെറുതാക്കി എരിഞ്ഞത്, ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില, ഉപ്പ്. അങ്ങനെ നമ്മളിതെല്ലാം കൂടി ഒരു ചട്ടിയിലേക്ക് തട്ടിക്കൊടുക്കുക. എല്ലാം കൂടി നമ്മൾ മിക്സ് ചെയ്തിട്ടാണ് കറി ഉണ്ടാക്കുന്നത് കേട്ടോ. നമ്മളന്ന് കൂരിക്കറി ഉണ്ടാക്കിയായിരുന്നു, അതുപോലെയല്ല ഇന്ന് ഉണ്ടാക്കുന്നത്. ഇന്ന് വേറൊരു വെറൈറ്റി കറിയാണ്. അപ്പം നമ്മൾ ഇതെല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് നമുക്ക് പൊടികളിട്ട് കൊടുക്കാം. ആദ്യം നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടി ഇടാം കേട്ടോ. എനിക്കെല്ലാം കൈക്കണക്കാണ്, അങ്ങനെ അളവ് പറയാനൊന്നും അറിയില്ല. അങ്ങനെ നമ്മൾ കുറച്ച് മല്ലിപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നു ആവശ്യത്തിന്. അതിന് ശേഷം നമ്മൾ മുളക് പൊടി ഇട്ട് കൊടുത്തു കേട്ടോ. അങ്ങനെ നമ്മൾ പൊടികളെല്ലാം ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ കുറച്ച് വിനാഗിരി ഒഴിച്ച് കൊടുക്കുകയാണ് കേട്ടോ. അതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കുകയാണ്. അങ്ങനെ നമ്മളെല്ലാം ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ കൈ കൊണ്ട് നല്ലോണം ഇതെല്ലാം മിക്സാക്കി എടുക്കണം കേട്ടോ. നല്ലോണം തിരുമ്മിയെടുക്കുക. ഇതെല്ലാം നല്ലോണം മിക്സാവുന്നത്, ഇതാണ് മീൻകറിയുടെ ഹൈലൈറ്റായിട്ട് വരുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ വേറെ ഒന്നും ചെയ്യുന്നില്ല, സിമ്പിളായിട്ടുള്ള മീൻകറിയാണ്. അപ്പോൾ അതെല്ലാം നല്ലോണം മിക്സാക്കി എടുക്കുക കേട്ടോ. മിക്സാക്കിയതിന് ശേഷം നമുക്കിങ്ങനെ മിക്സ് ചെയ്യുമ്പോൾ നല്ലൊരു മണമൊക്കെ വരും. ആ മണം വരുന്നവരെ നമ്മൾ മിക്സ് ചെയ്യണം കേട്ടോ. അങ്ങനെ നമ്മൾ മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന തല അതിനകത്തേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. അങ്ങനെ നമ്മൾ തലയും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം അതെല്ലാം കൂടി മിക്സ് ചെയ്യണം. നമുക്ക് വേറെ മീനും ഇതേപോലെ തന്നെ മിക്സ് ചെയ്ത് വെക്കാം കേട്ടോ. തല മാത്രമല്ല, മീനായാലും നമുക്കിതേപോലെ വറ്റിച്ച് വെക്കുമ്പോൾ ഇങ്ങനെ ചെയ്യാം കേട്ടോ. നമ്മൾ മിക്സ് ചെയ്യുമ്പോൾ മുള്ളൊക്കെ കൈക്കൊള്ളാതെ നോക്കണം കേട്ടോ. അങ്ങനെ നമ്മളത് കുറച്ച് നേരം അങ്ങനെ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുക. അതിന് ശേഷം നമ്മൾ അടുപ്പ് കത്തിച്ചിട്ട് ഈ മീൻ ചട്ടി ഗ്യാസിൽ വെച്ചു. അതിന് ശേഷം നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കണം കേട്ടോ. മീൻ വേവാനൊക്കെ ആയിട്ടുള്ള ആവശ്യത്തിന് പാകത്തിനുള്ള വെള്ളം നമ്മൾ ഒഴിച്ചു കൊടുക്കുവാണ്. അങ്ങനെ നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഇത് നല്ലോണം ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. എല്ലാം കൂടി ഒന്ന്, അല്ലെങ്കിൽ മുളകൊക്കെ അടിയിൽ ഇങ്ങനെ പറ്റിക്കിടക്കുന്നുണ്ടാവും. അപ്പോൾ അടി പിടിക്കാതിരിക്കാൻ വേണ്ടി എല്ലാം കൂടി ഒന്ന് ഒപ്പമാക്കുക, ലെവലാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കുക. അങ്ങനെ ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മൾ കുടംപുളി ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. കുടംപുളി കുറച്ച് കൂടുതലാണ്, നമുക്ക് കുറച്ച് പുളി കൂടുതലുള്ളതാണ് ഇഷ്ടം. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കുറച്ച് കൂടുതൽ പുളി ഇടുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ആവശ്യത്തിന് പുളിക്കനുസരിച്ചിട്ടുള്ള കുടംപുളി ഇടാം. അങ്ങനെ പുളി ഇട്ടതിന് ശേഷം നമ്മൾ മൂടി വെച്ച് നല്ലോണം വേവിച്ചെടുക്കുക കേട്ടോ. കുറച്ചൊന്ന് വെന്തൊരു തള വന്ന് കഴിയുമ്പോൾ നമുക്കതിലേക്ക് കുറച്ച് തക്കാളി ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ തക്കാളി ഒന്നും വഴട്ടുന്നില്ല, വലുതാക്കി അരിഞ്ഞിട്ടാണ് നമ്മൾ തക്കാളി ഇട്ട് കൊടുക്കണേ കേട്ടോ. അപ്പോൾ ഒരു മീഡിയം സൈസിൽ തക്കാളി ഇതേപോലെ അരിഞ്ഞതിന് ശേഷം നമുക്കതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. ഓരോന്നോരോന്നായിട്ട് ഒരു തക്കാളി, പുളിക്ക് കുടമ്പുളി ഇട്ടിട്ടുള്ളതുകൊണ്ട് കുറച്ച് തക്കാളി ഇട്ടാൽ മതി. ഒരു അര തക്കാളി അല്ലെങ്കിൽ ഒരു തക്കാളിയൊക്കെ മതിയാവും. കൂടുതലിട്ടാൽ പുളി കൂടുതലാവും. അപ്പോൾ നമ്മളങ്ങനെ തക്കാളി ഇട്ട് വേവിച്ച് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ മീൻകറി, തലക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ബൈ.